നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. May the blessed name of our Lord be glorified. ഒരിക്കൽ കൂടി അജ്മാൻ അസംബ്ലിയോട് വചനം പറയുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for giving me one more opportunity to minister to the Ajman Brethren Assembly. കഴിഞ്ഞ 6 വർഷങ്ങളായി ഞങ്ങൾ കുടുംബമായി രാമമംഗലത്ത് പാർക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. I believe all of you know that for the past 6 years we are living in Ramamangalam. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. And I want to extend my gratitude for praying for us. നിങ്ങൾ സഭയായി ഈ ദേശത്ത് വന്ന് നിർവഹിച്ച ശുശ്രൂഷയെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God and thank God for the you have been able to come here and do in this part of the world. ഞങ്ങൾ 6 വർഷമായി ഒരു വാടക ഭവനത്തിൽ താമസിച്ച് അവിടെയാണ് സഭയായി കൂടി വന്നുകൊണ്ടിരുന്നത്. For the past 6 years we were staying in a rented house and it is there that we worship the Lord. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ സഭയ്ക്കായിട്ട് പണിത പ്രാർത്ഥനാ ഭവനത്തിൽ താമസിക്കുകയും ഇവിടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുകയാണ്. But for the past year we have been staying in this house that is for a prayer house, and the Lord is blessing us in this place. രാമമംഗലം സഭയുടെ പ്രാർത്ഥനാ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്. I am speaking God's word from the prayer house in Ramamangalam, and that is my privilege. നിങ്ങൾ ഈ ദേശത്തെ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കുമെന്ന് അറിയാം, എങ്കിലും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. I know that you are continuously praying for this place, but I humbly request you once again to keep remembering us in your prayers. ഇന്ന് രാവിലെ പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായമാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചത്. Today for our family prayer we meditated from the book of Acts and chapter 10. അതിന്റെ 33-ാമത്തെ വാക്യം ഇന്ന് പ്രഭാതത്തിൽ എന്നെ സ്പർശിച്ചൊരു വചനമാണ്. And Acts chapter 10 and verse 33 that really spoke to our hearts today. അപ്പോസ്തലനായ പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്ന വാക്കുകളാണ് നാം അവിടെ വായിക്കുന്നത്. Those are the words that Apostle Paul talks to Cornelius. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. And there he is telling Apostle Peter, so I sent for you immediately as you've been kind. We are all present here before God to hear all that you have commanded by the Lord. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് കൽപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് നിൽക്കുകയാണ്. And this morning what the Lord had commanded me to speak to you, that is what I am hereby going to speak. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒരുക്കത്തോടെ നിങ്ങൾ ആയിരിക്കുന്നു എന്ന് ഞാൻ ഉറയ്ക്കുന്നു. And so I believe and I am convinced that you are all ready to hear from the word of God. 2017 നിങ്ങളുടെ മധ്യേ വന്നപ്പോൾ വചനം കേൾക്കാനുള്ള ഒരുക്കത്തെ കുറിച്ച് ഒരു ക്ലാസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. In 2017 when I came to Ajman, I remember I had spoken about the preparedness of hearing from God's word. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ദൂത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. And I believe that the message that I had given to you that day is still in your minds. ആ സന്ദേശം എൻ്റെ ഉള്ളിലുണ്ട്. And that message is in my heart. അതുകൊണ്ട് ആ ഒരുക്കത്തോടു കൂടി ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും നിൽക്കുകയാണ്. And so with that preparedness tonight I am standing before you. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ആ ഒരുക്കത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടിയിരിക്കാം. And so in that preparedness let us all with one mind sit before the presence of God. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ വിഷയം യഥാർത്ഥ ആത്മീക ഉണർവ് എന്നുള്ളത്. These days the topic that we would like to
think about is what it means to have true spiritual revival. 7 ക്ലാസ്സുകളിലായി ഞാൻ അതിൽ നിന്ന് പറയാൻ ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു തരുന്ന പാഠങ്ങൾ പറയാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. And I want to take 7 classes on this subject, and I believe that God will speak to us through these 7 classes. ഉണർവ് വളരെ പ്രിയപ്പെട്ട ഒരു പദമാണ്. Revival is a term that is very dear to my heart. അത് കേൾക്കാനും പറയാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. And that is something that we all like to hear and listen. തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയുടെ ഉണർവിനായി പ്രാർത്ഥിക്കാത്ത വിശ്വാസികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. The believers in an assembly, they will be definitely praying for the revival of the church, and there will not be many who will not be doing that. അതുകൊണ്ട് ഉണർവിനായിട്ടുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനം തുടങ്ങാം. And so let us begin this study with a great desire for a revival in our midst. ചരിത്രത്തിൽ ഉണർവിനായി പ്രാർത്ഥിച്ച അനേക ദൈവമക്കൾ ഉണ്ട്. There are so many God's children who have prayed for revival throughout history. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലും അങ്ങനെയുള്ള അനേക വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Throughout biblical history, we see so many people like that. എന്നാൽ ആ ഉണർവിനായിട്ട് പ്രാർത്ഥിച്ച ഒരു സഹോദരിയുടെ പ്രാർത്ഥന എന്നെ സ്പർശിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. But there was one prayer that a sister had prayed, and that is what touched my heart. ആ സഹോദരി എനിക്ക് പരിചയമില്ല. I do not know that sister. പക്ഷേ ആ സഹോദരിയുടെ പ്രാർത്ഥന പരിചയമുണ്ട്. But I know the prayer of that sister. ഞാനും പലപ്പോഴും ആ പ്രാർത്ഥിക്കാറുണ്ട്. And I also many times pray that same prayer. ആ ചെറിയ പ്രാർത്ഥന ഞാനത് പറയാം. Let me say that short prayer. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം, തുടർന്ന് അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. At this time, we can all pray that prayer in our hearts and keep on praying that prayer. എന്റെ സഭയെ ഉണർത്തേണമേ. Oh Lord, revive my church. ആദ്യം എന്നെ ഉണർത്തണമേ. But Lord, first revive me. ഈ പ്രാർത്ഥന പരമാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Spirit of God enable us to sincerely pray this prayer. ഉണർത്തപ്പെട്ട വ്യക്തികളാണ് ഉണരേണ്ട സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. It is people who are indeed revived that have to pray for the revival of the church. നമുക്ക് സഭയിൽ ഉണർവില്ല എന്നുള്ളതായ ദുഃഖം അനേകർ പങ്കിടുന്നത് കേട്ടിട്ടുണ്ട്. I have heard many people sharing the sadness that there is no revival in our churches. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ഞാൻ ഉണർവിലാണോ ജീവിക്കുന്നത് എന്ന് ആദ്യം പരിശോധിക്കാനായിട്ട് സാധിക്കട്ടെ. But we first have to look into our own lives and examine and see if my life has been revived. നാം ഉണർത്തപ്പെട്ടാൽ നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഉണർവിനായി പ്രാർത്ഥിക്കാൻ സാധിക്കും. If we are indeed revived, then we are able to pray for the revival of our church. എന്നാൽ ഞാൻ ഉണർത്തപ്പെട്ടില്ലെങ്കിലും ഉണർവ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. And even though I am not revived, I can still pray for the revival thinking that it is good. ഇന്ന് രാത്രിയിൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ ഉണർവിന്റെ ആദ്യപടിയിലേക്ക് ഇന്ന് രാത്രിയിൽ തന്നെ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരട്ടെ. And it is my prayer and desire that those who hear me tonight, you will be able to take that first step in revival in your own lives. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ പ്രസിദ്ധമായ ഉണർവാണ് എസ്രയുടെയും നെഹമ്യാവിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായത്.
It is a very famous revival that happened during the time of Ezra and Nehemiah in Israel. ഈ ഉണർവിനു വേണ്ടി മറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച ഭക്തനാണ് ദാനിയേൽ. And Daniel is a servant of God who in secret he kept praying for this revival. ഈ ഉണർവിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുകയും പ്രവർത്തന രംഗത്ത് നിൽക്കുകയും ചെയ്തയാളാണ് നെഹമ്യാവ്. And Nehemiah, he prayed for the revival, and at the same time he also worked towards this revival. ഈ ഉണർവിൻ കാലഘട്ടത്തിൽ വചനം ഏറ്റവും മനോഹരമായി പഠിപ്പിച്ച ദൈവദാസനാണ് എസ്ര. And during the time of this revival, Ezra was the servant of God who taught them what it means to have revival. എന്നാൽ ദാനിയേലിനെ ഉണർവിന്റെ രംഗങ്ങളിൽ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. But we never see Daniel during the times of those revivals. പക്ഷേ ആ ഭക്തൻ ബാബേലിലിരുന്ന് ഈ വലിയ ഉണർവിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. But we see that this holy man of God, he was sitting in Babylon and he was earnestly praying for this revival. അതുകൊണ്ട് ഉണർവിനായി പ്രാർത്ഥിക്കുന്ന നമുക്ക് വളരെ മനോഹരമായൊരു മാതൃകയാണ് ദാനിയേൽ നൽകുന്നത്. And so we who are earnestly praying for a revival, Daniel is a very good example for us. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം എല്ലാവർക്കും പരിചയം കാണും. I believe that all of us know Daniel chapter 9 and verse 23. അവിടെ സ്വർഗം ദാനിയേലിനോട് പറയുന്ന വാക്ക്, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. There it says, at the beginning of your supplications, the command was issued, and I have come to tell you, for you are highly esteemed. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പ്രസ്താവന പറയട്ടെ. And so let me make a proclamation here. ഉണർത്തപ്പെട്ടവർ ഉണർവിനായി പ്രാർത്ഥിച്ചാൽ ഉത്തരം വൈകാൻ ഇടയില്ല. Those who are revived, when they pray for a revival, the answer will not be long, it will be soon. ദാനിയേൽ ഉണർത്തപ്പെട്ടവനായി ജീവിച്ചു, ഉണർവിനു വേണ്ടി പ്രാർത്ഥിച്ചു. Daniel was a man who was revived himself, and he also prayed for a revival. ഉണർവിനായി പ്രാർത്ഥിക്കണം, നമുക്കിന്ന് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. I had reminded you in the beginning that let us pray for the revival. ഞാൻ അതോട് ചേർത്ത് ഇങ്ങനെ പറയട്ടെ. And along with that, let me say like this. ഉണർവിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനായിരിക്കുന്നു എന്നുള്ളത് ഈ രാത്രിയിൽ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Spirit of God help us to examine and confirm that we are indeed worthy of a revival in our lives. ബാലനായ ദാനിയേൽ ജീവിച്ച കാലഘട്ടം ആത്മീക തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. This young man, Daniel, the age in which he lived, it was an age of spiritual deprivation. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല. I don't want to go into the detail. ഞാനൊരു ടീനേജർ ആയിരിക്കുമ്പോൾ എന്നെ ചലഞ്ച് ചെയ്തൊരു സത്യമാണിത്. This is a truth that had challenged me when I was a teenager. എന്തോ ഒരു ആത്മീക തകർച്ചയുടെ കാലഘട്ടത്തിലാണ് ഈ ബാലൻ ജീവിച്ചത്. What a difficult time of spiritual deprivation this young man Daniel was living. ഞാൻ 4 സൂചനകൾ ആ ബന്ധത്തിൽ പറയുകയാണ്. And I want to give you 4 pointers in that regard. ഈ വിഷയം വളരെ പരിചയമുള്ളതാണ് എന്നുള്ളതിനാൽ ഞാൻ കൂടുതൽ വിശദീകരണം പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. I believe that since this topic is familiar to us, I don't want to give too many details. ആ കാലഘട്ടം ദൈവത്തിന്റെ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന കാലമായിരുന്നു.
It was a time when the people of God were living in great shame and great deprivation. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. I don't want to go into those details. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഈ വിലപ്പെട്ട സത്യം കാണുന്നുണ്ട്. We see this in the book of Nehemiah chapter 1 and verse 3. ആ വാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. You know the second part of that verse? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുകയാണ്. The wall of Jerusalem is broken down and its gates are burned with fire. എന്തോ ഒരു സങ്കടകരമായ സാഹചര്യമാണിത്. What a sad situation that is. ഒരു ബാലൻ ഈ കാര്യം കാണുമ്പോൾ അവന്റെ ഹൃദയം എത്രയോ വേദനപ്പെടുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. When a young man looks at this, his heart is indeed very troubled. പ്രത്യേകിച്ചും ആത്മീകമായ ഉൾക്കാഴ്ചയുള്ള ഒരു ബാലനെ ഏറെ നിരാശപ്പെടുത്താവുന്ന സാഹചര്യമാണ്. And especially a young man who is very zealous for God, his heart will be troubled seeing this. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ ആത്മീക നില നാം കാണുന്നുണ്ട്. When we come to Jeremiah chapter 23 and verse 36 verse 23, yeah. ആ വാക്യത്തിൽ യഹോവയാക്കീം എന്ത് ചെയ്തു എന്നുള്ളത് നാം കാണുകയാണ്. There we see what Jehoiakim had done. ആ യഹൂദയുടെ രാജാവ് ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന വ്യക്തിയാണ് ഈ യഹോവയാക്കീം. Jehoiakim is now sitting on the throne of David. പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യം യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് എഴുതിയതായ ആ ചുരുൾ കത്തികൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോട്ടിലെ തീയിലിട്ട് ചുട്ടുകളയാണ്. But we find here that the scroll that was from the Lord, he is cutting it with a scribe's knife and throwing it into the fire. നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വചനത്തോടുള്ള കടുത്ത അനാദരവ് നാം ഈ സംഭവത്തിൽ വായിച്ചെടുക്കുകയാണ്. We see here that a man who is in leadership, his extreme disrespect for the word of God. നേതൃത്വത്തിലുള്ള ഒരാള് ദൈവവചനത്തെ അനാദരിക്കുമ്പോൾ അത് എത്രയോ വേദന ഒരു ബാലനിൽ ഉണ്ടാക്കാവുന്നതാണ്. When a person in leadership, when he disrespects God, how much sad it will create in a young boy's heart. മാത്രമല്ല ഇപ്പോൾ ദാനിയേൽ ബാബേൽ രാജ്യത്താണ്. And not only that, Daniel is now in Babylon. ബാബേലിൽ എത്തിച്ചേർന്നതിന് വളരെ പ്രധാനപ്പെട്ടതായൊരു കാരണമുണ്ട്. And there is a very important reason why he ended up in Babylon. തന്റെ ജനമായ ഇസ്രായേലിന്റെ പാപത്തെ ദൈവം ശിക്ഷിച്ച് ആ ജനത്തിനൊരു ശേഷിപ്പിനെ ബാബേലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. God is punishing his children Israel, and he is taking a leftover of the remaining people to Babylon. ഈ സാഹചര്യത്തിൽ ഒരു ബാലനെ അത് എത്രത്തോളം വേദനിപ്പിക്കുവാൻ ഇടയുണ്ട്. And it is in this context how we can understand how much a young man's heart would be troubled and saddened. പക്ഷെ ഈ ബാലനാണ് ഈ അന്യദേശത്ത് ഉണർവോടെ ജീവിച്ച് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചത്. But it is this young man that he stood for the Lord and he prayed for a revival. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ ധൈര്യപ്പെടുത്തിയൊരു ദൂത് പങ്കിടാനായിട്ട് ശ്രമിക്കുകയാണ്. Tonight, as I share this message with you, I am able to tell you about an incident that happened many years back that encouraged me. ആത്മീക ഗോളത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മെ വേദനിപ്പിക്കാവുന്ന നിരാശപ്പെടുത്താവുന്ന ധാരാളം കാര്യങ്ങൾ കാണാം. There are so many matters when we look in Christendom that can make us sad and that can make us worried. എന്നെയും അത് സാരമായി ബാധിച്ചൊരു നാളുകളുണ്ടായിരുന്നു.
There was a time when those things had indeed discouraged me as well. പക്ഷേ ഈ ബാലന്റെ ദർശനവും അവന്റെ ജീവിതവും ഞാൻ ഉൾക്കൊണ്ട വലിയൊരു പ്രചോദനമായിരുന്നു. But this young man's vision and his desire that really encouraged the society that I was involved in. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മീക ഗോളത്തിലേക്ക് നോക്കുമ്പോൾ നിരാശപ്പെടുത്താവുന്ന ധാരാളം കാര്യങ്ങൾ കാണാം. And so tonight I want to remind you that when you look around you in the Christian world, there are so many things that will discourage you and sadden you. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. But do not be discouraged. ദാനിയേലിന്റെ ജീവിതം പറയുന്നത് ഇവിടെയും നമുക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാം. Daniel's life shows us that even in that environment, we can live for God. നാം ഉണർത്തപ്പെട്ടവരായി ജീവിക്കുന്നു എന്ന് വരികിൽ, if we are living as revived men of God, നാം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വരികിൽ, and if we are praying for a revival, ദൈവത്തിന് തന്റെ ജനത്തെ ഉണർത്താതിരിക്കാനായിട്ട് സാധിക്കില്ല. then God cannot stop reviving his people. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണർത്തപ്പെട്ടവരായിരുന്ന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so, dearly beloved, let us eagerly pray for a revival and expect a revival from God. ഉണർവിന്റെ വിശദാംശങ്ങൾ കർത്താവ് താമസിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. In the coming weeks, if the Lord's coming tarries, we will go into the details of the revival. എന്നാൽ ഈ ആദ്യ ക്ലാസ്സിൽ ഞാൻ ഈ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ഉണർത്തപ്പെട്ടവനായി താൻ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു 4 സൂചനകൾ മാത്രം ഞാൻ പങ്കിടാനായിട്ട് ശ്രമിക്കുകയാണ്. In this first class, as I talk about Daniel, I want to show you 4 areas of his life which proved that he was a man who was revived. അത് ഏറ്റവും ചുരുക്കി ചൂണ്ടിക്കാണിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. And I believe that I will be able to point it out to you in the easiest manner. അപ്പോൾ ആ ധ്യാനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നിലപാട് എവിടെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ പരിശോധിക്കുവാൻ, കണ്ടെത്തുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. And as we go through this meditation together, let us examine ourselves and see where we are lacking. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ ഓർപ്പിക്കാൻ ശ്രമിക്കുന്നത്, the first peculiarity that I want to remind you, വിശുദ്ധി സൂക്ഷിക്കാനായി രാജാവിന്റെ ഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞും വേണ്ടെന്ന് തീരുമാനിക്കുന്ന ദാനിയേലിനെയാണ്. we see there that Daniel, who is forsaking the king's food and the wine so that he can keep his holiness. അത് ഒരു ടീനേജറായിട്ടുള്ള ബാലനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Let us not forget that this is a young teenager that we are talking about. ദാനിയേൽ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദാനിയേലിന്റെ ശക്തമായ നിർണയം നമ്മൾ വായിക്കുകയാണ്. In Daniel, the book of Daniel, chapter 1 and verse 8, we see the strong determination of Daniel. ഒരു ബാലന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുമോ? Will a young man, will he be able to take such strong decisions? കഴിയുമെന്നല്ലേ ഈ ദൈവമനുഷ്യന്റെ ജീവിതം തെളിയിക്കുന്നത്. This man of God, it proves that yes, we can make those decisions. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. Daniel made up his mind that he would not defile himself with the king's choice food or with the wine. ഭക്ഷണം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. He decided that he will not defile himself with food. നമുക്ക് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ദാനിയേലിന്റെ പ്രമാണം സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. In different spheres of our lives, let us also keep these valuable lessons from the life of Daniel. ഞാൻ കാണുന്നൊരു കാര്യം കൊണ്ട് എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. I will not defile myself with something that I see. ഞാൻ കേൾക്കുന്ന ഒരു കാര്യം കൊണ്ട്
എന്റെ ജീവിതം മലിനമാകുവാൻ ഇടയായിട്ട് തീരുകയില്ല. I will not allow my life to be defiled with something that I hear. പ്രിയപ്പെട്ടവരെ, ഈ തീരുമാനം ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. Dearly beloved, may the Spirit of God enable us to keep these principles in different spheres of our life. പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുന്നതാണല്ലോ ഉണർവിന്റെ ലക്ഷണം. The sign of a revival is when we stand against sin even unto our very death. ഇസ്രായേൽ ജനത്തിന്റെ മധ്യ ഉണർവുണ്ടായപ്പോൾ പാപത്തെ വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ടതിനു വേണ്ടി എന്ത് വിലയും കൊടുക്കുവാൻ അവർ ഒരുക്കമുള്ളവരായിട്ട് തീർന്നു. When there was sin found among the children of Israel, they decided to pay any price that was required to keep holiness. അതുകൊണ്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യതയിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാൻ സാധിക്കണമെങ്കിൽ ഈ വിലപ്പെട്ട മൂല്യം വ്യക്തിപരമായി സൂക്ഷിക്കുവാൻ നമുക്ക് ഒന്നാമത് സാധിക്കണം. And so if we have to have the true revival in our lives, we need to keep these principles of holiness in our life. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ നിന്നാണ്. And the second peculiarity, the speciality in Daniel's life, I want to point from chapter 2. മരണകരമായൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഈ ബാലൻ തന്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കുകയാണ്. We find here that this young teenage man is standing before a problem that he is facing death. അവിടെ രണ്ടാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ ഉണർവിൻ കാലത്തിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. And when we come to chapter 2 and verse 18, we find the peculiarity of the time of revival. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. So Daniel went to his house and informed his friends, Hananiah, Mishael, and Azariah, so that they might request compassion from God of heaven concerning this mystery. ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഓർപ്പിക്കട്ടെ. Let me make a proclamation like this. ആവശ്യത്തിന്റെയും പ്രതിസന്ധിയുടെയും മുഖത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷണം. In our times of difficulties, in our times of problems, when we trust in God and God alone, that is a symbol of revival. ലോകവ്യാപകമായി വളരെ കഠിനമായ ഒരു പ്രതിസന്ധിയെ ദൈവമക്കളായ നാമും അഭിമുഖീകരിക്കുകയാണ്. As God's children, we are also going through a great time of difficulty that is spread all across the world. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. And it is only our God who can help us in the middle of any problem. ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മെ സഹായിക്കുവാൻ മനുഷ്യർക്ക് കഴിയുമെന്ന് നമുക്ക് തോന്നാം. Maybe we might think that for some problems, other people may be able to help us. പക്ഷേ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതാണ് ഉണർവിൻ കാലഘട്ടത്തിന്റെ പ്രത്യേകത. But when we trust in God and God alone, that is indeed a sign of the time of revival. അവിടെയാണല്ലോ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായ വചനത്തിന്റെ മഹത്വം ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നത്. And it is there that we understand the sweetness of the word that says, my righteous shall live by faith. അതുകൊണ്ട് ദാനിയേൽ തന്റെ എല്ലാ പ്രതിസന്ധിയിലും ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവനായിരുന്നു. And so Daniel, in the midst of all his problems, he held close to God. പക്ഷേ ഇവിടെ തന്റെ കൂട്ടുകാരോട് ചേർന്ന് അവരുടെ 3 പേരുടെ പേരുകൾ നാം ഈ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. And we see here Daniel's friends, they are together kneeling before God. അതുകൊണ്ട് ഈ നാടുകൾ നമുക്ക് ഒത്തിരി പേർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെ ചുരുക്കം പേരായിട്ടാണെങ്കിലും
കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. And so these days, though we are not able to come together in many numbers, even just a few of us, let us go before God and kneel before Him. ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമുക്ക് ഉറപ്പാക്കാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകട്ടെ. May the Lord give us His grace to have assurance in our faith and in our trust in God. മൂന്നാമത്തെ പ്രത്യേകത ഞാൻ ഓർപ്പിക്കുന്നു. Now the third speciality in Daniel's life, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാജാവ് വചനം കത്തിക്കുന്ന കാലത്ത് വചനം പ്രമാണിക്കേണ്ടതിനായി സിംഹക്കുഴിയിലേക്ക് പോകുവാൻ തയ്യാറായ മനുഷ്യനാണ് ദാനിയേൽ. as I reminded in earlier verse, when it was a time where the king was willing to tear the word of God, here we find a young man of God who is willing to go into the lion's den, even in forsaking his own life. ആറാം അധ്യായത്തിലെ ചരിത്രം നമുക്ക് അറിയാമല്ലോ. We very well know the history of that passage. രാജാവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതാണ് രാജകൽപ്പന. It was the king's order that they should only kneel and pray before the king. പക്ഷേ ദാനിയേൽ ആ കൽപ്പന ലംഘിച്ച് ദൈവ സന്നിധിയിൽ ഇരിക്കുകയാണ്. But Daniel is ignoring that order and he is now sitting before God's presence. അപ്പോൾ അവിടെ നാം കാണുന്നതായ ഒരു കാര്യം, താൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനു വേണ്ടി രാജാവിന്റെ കൽപ്പനയെ ലംഘിച്ചും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. And so from there we understand that even ignoring the order of the king, Daniel is sitting before the presence of God. ആറാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. Shall we read Daniel chapter 6 and verse 10? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. Verse 10, now when Daniel knew that the document was signed, he entered his house and he continued kneeling on his knees 3 times a day, praying and giving thanks before God. അവിടെ നാം കാണുന്നൊരു കാര്യം, രാജാവിന്റെ നിയമം ലംഘിച്ചും ദാനിയേൽ തന്റെ പ്രാർത്ഥനയുടെ പതിവ് തുടരുകയാണ്. We find there that even ignoring the order, the commandment of the king, Daniel is continuing to pray as he has done. ഇവിടെ ഉപദേശപരമായ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു വീരനെയാണ് നാം കാണുന്നത്. We find here a great man of God who is keeping doctrinal holiness in his life. വചനത്തിന്റെ പ്രമാണങ്ങളെ തെറ്റിക്കുവാൻ ദാനിയേൽ ഒരുക്കമല്ല. He was not ready to let go of the principles of God's word. ദാനിയേലിന്റെ നിലപാട് ബുദ്ധിപരമായില്ലെന്ന് ഒരുപക്ഷെ ബാബേലിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. I do not know that maybe some people in Babylon, they would have said that what Daniel is doing is not logical. ഇവിടെ കുറച്ചുകൂടി ബുദ്ധിപരമായി പെരുമാറേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്നവർ ഉണ്ടായിരുന്നിരിക്കാം. Maybe there would have been people who thought you could have behaved more reasonably. പക്ഷേ ദൈവത്തിന്റെ വചനം, ദൈവം കൊടുത്തതായ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ആഴമേറിയ പ്രതിബദ്ധത ഈ ദൈവമനുഷ്യനിൽ നാം കാണുകയാണ്. But we see a great responsibility, a great dedication to the commandments and to the ordinances of God, that he is willing to follow them even in the midst of these challenges. നാലാമത്തെ സത്യം കൂടി ഞാൻ ഈ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയാം എന്ന് വിചാരിക്കുന്നു. I want to point out the 4th truth from the same verse. താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടിരിക്കുകയാണ്. And as he is praying, his roof chamber, he had windows open towards Jerusalem. 137-ാം സങ്കീർത്തനം വായിച്ചാൽ എന്തുകൊണ്ട്
താൻ അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ കാരണവും വികാരവും നമുക്ക് മനസ്സിലാകും. In Psalms 137, we find the passion why Daniel prayed like this. ഇന്ന് സാവകാശം പോലെ അത് വായിച്ചു നോക്കിയാൽ മതി. As you get time, please do read that psalm. താൻ ബാബേലിലാണെങ്കിലും യെരൂശലേമിനെ മറക്കുവാൻ ദാനിയേലിന് കഴിയുന്നില്ല. Though he was in Babylon, he could not forget Jerusalem. യെരൂശലേം ദാനിയേലിന്റെ മുഖ്യ വിഷയമാണ്. The Jerusalem was the main subject for Daniel. ആ പട്ടണത്തിന്റെയും ദൈവജനത്തിന്റെയും ഉദ്ധാരണം ദാനിയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. The main aim of Daniel's life was the revival of Jerusalem and the people in that city. അതുകൊണ്ട് ദാനിയേൽ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ ഉത്തരം തന്റെ കാലഘട്ടത്തിൽ തന്നെ താൻ കാണാനിടയായിട്ട് തീരുകയാണ്. And so when Daniel is praying for that matter, he is able to see that God is answering in his own time. ആ ഇസ്രായേലിന്റെ ഉദ്ധാരണവും യെരൂശലേമിന്റെ ഉദ്ധാരണവും തന്റെ ജീവിതത്തെ തുടർന്ന് എത്രയോ ഭംഗിയായിട്ടാണ് നിവർത്തിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നത്. We see how wonderfully the revival of Jerusalem and the people of God, how they are revived during the time or after the time of Daniel. യെസ്രയുടെയും നെഹമ്യാവിന്റെയും പുസ്തകങ്ങൾ ആ ചരിത്രം മനോഹരമായി വെളിപ്പെടുത്തുകയാണ്. And we see there wonderfully written in the book of Ezra and Nehemiah how this has happened. തനിക്ക് നേരിട്ടതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ചെയ്ത കാര്യം എത്രയോ മനോഹരമായി നാം കാണുകയാണ്. Though Daniel could not participate in it in his own way, but we find that we are able to see it and know it after his life. പക്ഷെ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു മഹത്വം നമുക്ക് കാണാം. But as we study the prophetic book of Daniel, we see such glorious matters. 9-ാം അധ്യായത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതായ പ്രവചനം, In chapter 9, God is revealing a prophecy to Daniel. 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായ പ്രവചനം നാം വിശകലനം ചെയ്യുമ്പോൾ, When we examine the prophecy of the 70 weeks, ഇനിയും നിവർത്തിക്കപ്പെടാനുള്ളതായ കാര്യങ്ങളും ഇസ്രായേലിന്റെ സമൂലമായ ഉദ്ധാരണവും ഈ ദൈവഭക്തനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. and we find there that God is showing the renewal of God's people and the complete renewal of the people of Israel. ഉണർത്തപ്പെട്ടവനായിരുന്ന് ദൈവജനത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഫലം നാം കാണുകയാണ്. We find here that the fruits of a man, Daniel, who was revived himself and who prayed for the revival of God's people. ഇതിനുള്ളൊരു പുതിയ നിയമ ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് പറയുകയാണ്. Let me say a New Testament application in this concern. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തെ അവഗണിക്കാതെ ആദരിക്കുന്നതാണല്ലോ ഉണർവിന്റെ ലക്ഷണം. The true sign of revival is when we respect and when we respect the church of God without ignoring the people and the principles of God. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവജനമായ ഇസ്രായേലിന്റെ ഉണർവിൻ തീരുമാനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. In Nehemiah chapter 10, we read there that the decisions people took as they were revived. അവർ വ്യക്തിപരമായി ഉണർത്തപ്പെട്ടതായിട്ട് നാം ആ തീരുമാനത്തിൽ കാണുന്നുണ്ട്. We find there that they were revived in their own lives through their decisions. അവരുടെ കുടുംബത്തിൽ ശക്തമായ ഉണർവിൻ നിർണയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. And we find that in their family lives, they're taking very strong decisions as a result of that revival. അവരുടെ മക്കളുടെ വിവാഹത്തെ കുറിച്ചുള്ള വളരെ ശക്തമായ തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And we find there that they are taking very strong decisions in concerning with the marriages of their children. പക്ഷേ ആ 10-ാം അധ്യായത്തിലെ തീരുമാനങ്ങളുടെ സിംഹഭാഗവും ദൈവാലയ സംബന്ധമായ കാര്യത്തിൽ അവരെടുത്ത നിർണയങ്ങളുടെ വിശദീകരണമാണ്. But a lion's share of chapter 10 is talking about all the decisions that they took in connection to the temple of God. 10-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാചകം
എന്നെ ഒത്തിരി ആവേശം കൊള്ളിപ്പിച്ചിട്ടൊരു വാചകമാണ്. Nehemiah chapter 10, the last verses, it really encouraged my heart. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. They are saying that thus we will not neglect the house of our God. ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആലയമാണ്. God's church, the body of Christ, that is his house. 1 തിമോഥെയോസ് 3:15 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We see there that in the book of 1 Timothy, chapter 3 and verse 15. Chapter 3 and verse 15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. And I write so that you will know how you ought to conduct yourself in the house of God, which is the church of the living God. അതുകൊണ്ട് ഉണർത്തപ്പെട്ട ദാനിയേലിന്റെ ഹൃദയത്തിൽ യെരൂശലേമും ദൈവാലയവും ഏറ്റവും സജീവമായ വിഷയമായിരുന്നു. And so Daniel, who was a man of revival, for in his life Jerusalem and the people of God, the house of God, was the main subject matter. ഈ ദാനിയേൽ ഉണർവിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഉത്തരം നൽകാതിരിക്കുവാൻ കഴിയുകയില്ല. And this Daniel, when he is praying for revival, God cannot but stop answering his prayer. ഇന്ന് രാത്രിയിൽ നാം നമ്മോട് തന്നെ ഓരോരുത്തരും ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടുന്നൊരു ചോദ്യമുണ്ട്. Tonight, there is an answer that we have to ask ourselves, and a question that we have to ask ourselves and find the answer. ഉണർവിനായി പ്രാർത്ഥിക്കാൻ ഞാൻ യോഗ്യനാണ്. Am I worthy to pray for revival? അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ വചന പഠനത്തിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയിലേക്ക് ഉയർത്തപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവാത്മാവ് കൃപ നൽകട്ടെ. And so, through this evening study, may the Spirit of God enable us to examine ourselves and find out if we are worthy to pray for this revival. നാം പരമാർത്ഥമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് മനസ്സിലായാൽ നിരാശപ്പെടേണ്ടതില്ല. If we sincerely examine our lives and if we find that there is something lacking, we need not be discouraged. ജീവിച്ചിരിക്കുന്ന നമുക്ക് നന്നാവാൻ അവസരമുണ്ട്. God is giving us more opportunities that when we are alive, so that we can better ourselves. പക്ഷേ നമുക്ക് നന്നാവാനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ മാത്രമേ സമയമുള്ളൂ. But there is only time until our death where we have the opportunity to better ourselves. എത്രയോ പേര് അപ്രതീക്ഷിതമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. How many people unexpectedly they are passing away from this world. അതുകൊണ്ട് നന്നാകാനുള്ള സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കരുത്. And so let us not expect for a time to come when we can better ourselves. നന്നാകാനുള്ള രാത്രി ഈ രാത്രി തന്നെയാണ്. It is this night where we can better ourselves. അതുകൊണ്ട് ഞാൻ ദാനിയേലിന്റെ ജീവിതത്തിന്റെ ഒരു രൂപരേഖ ചൂണ്ടിക്കാണിച്ചത് ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. And so that is why I had drawn a picture of Daniel's life before you. എവിടെയൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ അത് കണ്ടെത്താം. Let us find out where we have fallen and we have been found lacking. എഫെസോസ് സഭയ്ക്കുള്ള ദൂതിൽ ഒരു വാചകം ഇവിടെയും നമുക്ക് ചേർത്ത് ഓർക്കാം. In the message to the church of Ephesus, there is a word like this, and let us also remember that. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടാം, നമുക്ക് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരാം. Let us restore ourselves, let us renew ourselves, and remember from where we have fallen and come back to where we were. നമുക്ക് യഥാസ്ഥാനപ്പെടാം, ഉണരാം. Let us have a revival in our lives. Let there be a redemption, a restoration in our lives. ഉണർത്തപ്പെട്ടവരാണ് ഉണർവിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. And it is those who are revived that are praying for revival.
അതുകൊണ്ട് ചില ആഴ്ചകൾ നാം ഈ പഠനത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ and in the coming weeks, as we continue studying this matter, ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് ശരിപ്പെടേണ്ടതായ സ്ഥാനങ്ങൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. in these coming days, as we study these subjects, may the Spirit of God give us the grace to examine ourselves and correct our lives and find out where we have gone wrong and better ourselves. ഞാൻ ഈ പഠനത്തിലെ ഒന്നാം പാഠത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. And I believe that I can go into the first part of our study. ഒന്നാമത്തെ പാഠത്തിന് ഞാനൊരു തലക്കെട്ട് പറയുന്നു. Let me give a heading to the first lesson. വിഷയ വിശകലനം. It is an examination of our subject. നമ്മുടെ വിഷയം മറന്നുപോകരുത്. Let us not forget our subject. യഥാർത്ഥ ആത്മീക ഉണർവ്. A true spiritual revival. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഒന്ന് ചുരുക്കമായി വിശദീകരിക്കാം എന്ന് വിചാരിക്കുന്നു. And so I want to give you a explanation about our subject. ഒട്ടും വിശദീകരിച്ചില്ലെങ്കിലും ഈ തലക്കെട്ടിലുള്ള സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കില്ല. I believe that even without too much explanation, you are able to understand the gist of our subject. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വിഷയ വിശകലനത്തിൽ ആദ്യത്തെ കാര്യം പറയാം എന്ന് കരുതുന്നു. And so I want to say the first point in the examination of our subject. ഉണർവ് യഥാർത്ഥമാണെന്ന് ഉറപ്പാക്കണം. We have to make sure that indeed our revival is a matter of fact. ഞാൻ ഉണർത്തപ്പെട്ടവനാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നു. I believe and live as though I am revived. പക്ഷേ ഞാൻ ദൈവത്തിന്റെ നിരീക്ഷണത്തിൽ ഉണർത്തപ്പെട്ടവനല്ലെന്ന് വന്നാൽ അതെത്ര ഭയങ്കരമായ കാര്യമായിരിക്കും. But in the eyes of God, if God finds me that I am not revived, then what a sad situation that will be. ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിലെ ഒരു വാക്യം നമുക്ക് നല്ല പരിചയമുണ്ട്. We know the words to the church of Laodicea. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് അവർ പറയുന്നത്. They are saying that they are wealthy, they are rich, they lack nothing. പക്ഷെ കർത്താവ് പറയുന്നു, നീ ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്. But God is telling them that you are poor, you are found lacking, and you are found naked before God. അവരെ കുറിച്ച് വളരെ തൃപ്തികരമായ മനോഭാവത്തോടെ ജീവിക്കുമ്പോഴും, when they are living with a life of contentment and satisfaction in their own lives, കർത്താവിന്റെ നോട്ടത്തിൽ അവരുടെ അവസ്ഥ അത്യന്തം ലജ്ജാകരമാണ്. but in the eyes of God, their state is extremely pitiful. അതുകൊണ്ട് ഉണർവ് ഉണ്ടെന്ന് നാം വിചാരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. And so if we think ourselves that we have revival, there is no meaning to that. നമ്മുടെ ഉണർവിന്റെ നില ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. We need to carefully examine and see that God is satisfied in the standard of our revival. യാക്കോബ് 1:27 ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊരു പരാമർശമുണ്ട്. In James chapter 1 and verse 27, we read there about the fig. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ. We read there about pure and undefiled religion in the sight of God. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ഈ ക്ലാസ്സിൽ ശ്രമിക്കുന്നില്ല. I don't want to go into the details of that verse. പക്ഷേ ആ വാക്കുകൾ ഞാൻ അടിവരയിടട്ടെ. But let me underline those verses.
എന്റെ ആത്മീക നില പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമോ അല്ലയോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. The most important thing before me is that my religion, my purity, my holiness is acceptable in the sight of God. ഈ കാലത്ത് യഥാർത്ഥമല്ലാത്ത ഉണർവിൻ പ്രകടനങ്ങൾ വളരെ വ്യാപകമായി കാണുന്നുണ്ട്. These days we see the untrue and unfaithful expressions of religion among our midst. ഈ ചലന സംസാര സംബന്ധിയായ സജീവത്വമാണ് ഉണർവ് എന്ന് വിചാരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ട്. There are so many Christians who believe that the activities that they do and the multitude of actions shows that they are religious people. വളരെ ഉപരിപ്ലവമായ പല കാര്യങ്ങളും ചെയ്ത് തങ്ങൾ ഉണർവിന്റെ പാതയിൽ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. They do a lot of things over the top and believe themselves to be very religious people. എറണാകുളത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു യോഗത്തിന്റെ ഒരു ചിത്രം മലയാള മനോരമയിൽ വന്നത് കണ്ടതോർക്കുന്നു. I remember a picture that came about a meeting that happened in Ernakulam a few years back. ആ യോഗത്തിൽ സംബന്ധിക്കുന്ന സ്ത്രീ സഹോദരിമാരുടെ ഭാഗത്തുനിന്നുള്ള ചിത്രമായിരുന്നു അത്. It was a picture from the side of the sisters in that meeting. എല്ലാ സഹോദരിമാരും രണ്ട് കൈയും ഉയർത്തി നിന്നാണ് അവിടെ പ്രാർത്ഥിക്കുകയോ ഹല്ലേലൂയ പറയുകയോ ഒക്കെ ചെയ്തു. All the sisters, they have raised up both their hands and they're standing there and giving thanks to God. ഞാൻ ആ ചിത്രം കണ്ടപ്പോൾ ഓർത്തു, ഈ പത്രം എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്നതാണല്ലോ, ഈ ക്രിസ്ത്യാനികളുടെ ഉണർവ് എന്ന് പറയുന്നത് ഇതായിരിക്കുമെന്ന് സാമാന്യജനം തെറ്റിദ്ധരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. I was thinking that this paper, as it goes into the hands of many people, maybe they would misunderstand and think that this is true revival. 1 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ നഗ്നമായ ലംഘനം പോലും തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുകയാണ്. They are not able to understand what we read from the book of 2 Timothy in chapter 4. 1 തിമോഥെയോസ് 2-ന്റെ 8-ാമത്തെ വാക്യം. 1 Timothy chapter 2 and verse 8. അവിടെ പുരുഷന്മാർ എല്ലായിടത്തും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. There we talk about the saints raising up their hands and praising God. പക്ഷേ അവിടെയുള്ളതായ ആ വചനപ്രമാണത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. But they are not able to understand the impact of God's word there. വചനം കൃത്യമായിട്ടൊക്കെ അറിയുന്ന ആളുകളും ചിലപ്പോൾ എല്ലാവരും കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്നൊക്കെ സഹോദരിമാരും ഇരിക്കുന്ന യോഗത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. I have seen many people where their sisters also in the meeting are requesting everyone to raise their hands up and say hallelujah. യോഗത്തെ കൊഴിപ്പിക്കാനായിട്ട് പലപ്പോഴും അങ്ങനെയുള്ള വഴികളിലൂടെ പോകാനായിട്ട് വചനം കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകളും പരീക്ഷിക്കപ്പെടുകയാണ്. And so to enrich and liven the meetings, people are forced to do such kind of things. പ്രിയപ്പെട്ടവരെ, ദൈവ വചനത്തിന്റെ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് ദൈവത്തിന് ആ ഉണർവിനെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. Dearly beloved, only when we keep the doctrines of God's word, that is when God is pleased and God is accepting those worship. ഒരു ലളിതമായ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. I have just given a very simple illustration. അതുകൊണ്ട് നാം ഉണർവ് അത് യഥാർത്ഥമായിരിക്കുന്നു എന്നുള്ളതും ദൈവ വചനപ്രകാരമായിരിക്കുന്നു എന്നുള്ളതും ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു എന്നുള്ളതും സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. And so we need to carefully and examine and see if our revival, if it is indeed true, if it is acceptable before God, and if it is as per the word of God. യഹോവ ഭക്തി വളരെ വിലപ്പെട്ടതാണ്. The fear of God is very valuable. യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ പ്രസ്താവനയുണ്ട്. Isaiah chapter 33 and verse 6 we read like this. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. We find there that the fear of the Lord is his treasure.
അപ്പൊ ഈ ദൈവഭക്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ശരിക്കും ഒരു നിക്ഷേപമാണ്. And so living in the fear of God, that is indeed a treasure. ഇവിടെ ഒരു നിക്ഷേപമാണത്. This is a treasure for us here. അത് വരുവാനുള്ള ജീവിതത്തിലും നിത്യതയിലും നിലനിൽക്കുന്ന നിക്ഷേപമാണ്. And it is also a treasure for us in eternity as well. അതുകൊണ്ട് ഏത് വില കൊടുത്തും ദൈവഭക്തിയുടെ മൂല്യങ്ങൾ സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. And so we have a great responsibility to keep the principles of the fear of God, giving whatever price that we need to give. പക്ഷേ ഈ വിഷയ വിശദീകരണത്തിൽ ഞാൻ ഭയത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. But in this explanation of the subject, let me fearfully tell you one thing. നമ്മുടെ കർത്താവ് ഏറ്റവും ഗൗരവമായി കുറ്റപ്പെടുത്തിയത് കപടഭക്തിയെയാണ്. But our Lord, he very seriously, he talked about the hypocrisy that he finds in people. അതുകൊണ്ട് കപടഭക്തിക്കാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. And so the Lord is repeatedly saying again and again about the hypocritical people. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പ്രഥമ ക്ലാസ്സിൽ ഞാൻ ഭയത്തോടെ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. And so in this first class, let me with great fear, let me remind you. നമ്മുടെ ആത്മീക നില അത് യഥാർത്ഥമായതാണോ, നമ്മുടെ ദൈവത്തിന് സ്വീകാര്യമാണോ എന്നുള്ളത് വളരെ പരമാർത്ഥതയോടുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. Let the Spirit of God enable us to see if our spiritual state of mind, if it is indeed pure and true, and if it is acceptable unto God. ഇന്ന് മാർക്കറ്റിലുമൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Today in the market we see duplicates that are much better than even the original. അതുകൊണ്ട് മനുഷ്യർക്ക് യഥാർത്ഥമായത് ഏതാണെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായേക്കാം. And so it is very difficult for people to understand what is indeed the true and original. അതുകൊണ്ട് ദൈവ മക്കൾക്കും യഥാർത്ഥത്തിലുള്ളതായ ഉണർവ് എന്താണ് എന്നുള്ളത്, ഉണർത്തപ്പെട്ട് ജീവിക്കുന്നവരാരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോയേക്കാം. And so even as believers, we are unable to identify those who are indeed revived and living according to God's will. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ ഭയത്തോടെ ഒരു സത്യം ഓർപ്പിക്കുകയാണ്. But tonight, let me with great fear remind you like this. നമ്മുടെ കർത്താവിന് യഥാർത്ഥമായത് വളരെ കൃത്യമായിട്ട് അറിയാം. Our Lord, he very clearly knows what is genuine. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് 2 വാചകങ്ങൾ ഞാൻ ഭയത്തോടെ ഓർപ്പിക്കുകയാണ്. Let me with great fear tell you 2 words from Revelation chapter 2. 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. In Revelation chapter 2 and verse 18 we read about the Lord's eye. നമ്മുടെ കർത്താവിന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. The eyes of our Lord are like a flame of fire. അതുകൊണ്ട് നമ്മുടെ നിജസ്ഥിതി നമ്മുടെ കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയാം. And so our Lord, he very clearly knows the true state of our mind. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. My Lord knows exactly what is the true nature of my love for him. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോടും ഒരു ചോദ്യം 3 വട്ടം കർത്താവ് ആവർത്തിക്കുന്നുണ്ടല്ലോ. In John's Gospel, chapter 21, there is a question that the Lord is repeatedly asking Peter 3 times. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love me more than these? ഉത്തരം പറയാൻ ശ്രമിച്ച പത്രോസ് ഒടുവിൽ പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു.
Peter, who tried to answer that question several times, finally he says, Lord, you know everything. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so tonight, may the Spirit of God enable us to realize that we are standing before a God with the eyes that are like a flame of fire, and let us be reminded of that fact. ആ ദൂതിൽ തന്നെയാണ് 2-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ സകല സഭകളും അറിയേണ്ട ഒരു കാര്യം പറയുന്നു. And in Revelation chapter 2 and verse 23, we read there a verse that is talking about what all the churches need to know. അവൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. All the churches will know that I am he who searches the minds and hearts. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുന്നു എന്നുള്ളതായി ബോധ്യം നമുക്കുണ്ടാകട്ടെ. And so let us know that tonight we are standing before a God who searches the minds and the hearts of his children. അതുകൊണ്ട് നമ്മുടെ ഉണർവിന്റെ അനുഭവം അത് യഥാർത്ഥത്തിലുള്ളതാണെന്നുള്ളതും ദൈവത്തിന് പ്രസാദകരമാണെന്നുള്ളതും ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. And so let us be able to understand, to realize if our revival is true and if it is acceptable and pleasing unto God. ഇത് വ്യക്തമാക്കാനായിട്ട് ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. I want to conclude this class by giving you a very small illustration. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ദൈവവചനത്തോടുള്ള ശരിയായ ആഭിമുഖ്യമാണ് ഉണർവിന്റെ ലക്ഷണം. As I mentioned earlier, the first sign of true revival is a great desire and respect for God's word. ദൈവത്തിന്റെ വചനത്തോട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. We are doing so many things in connection with God's word. അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് അതിലെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. And so the illustration that I am giving is in connection with ministering of God's word. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് സാവകാശം വായിച്ചു നോക്കിയാൽ മതി. As you have time, please read Philippians chapter 1 and verses 15 onwards. അവിടെ പൗലോസ് ചിലരുടെ വചന ശുശ്രൂഷയെ കുറിച്ചുള്ളതായ ചില പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട്. There, Apostle Paul is talking about the peculiarities of certain people as they proclaim the word of God. 4 കാര്യങ്ങളുണ്ട്. 4 കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. I want to very quickly say 4 things from there. 15-ാം വാക്യത്തിൽ അസൂയയിലുള്ള പ്രസംഗം. Philippians chapter 1 and verse 15, we read there that it was a problem of envy. അസൂയ നീക്കിക്കളഞ്ഞിട്ടാണ് വചനം ഉൾക്കൊള്ളേണ്ടത് പോലും. It is after removing envy and jealousy that we accept the word of God. അസൂയ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞിട്ടാണ് വചനം പ്രസംഗിക്കേണ്ടവർ പ്രസംഗിക്കേണ്ടത്. And jealousy has to be removed, and only after that we have to preach the word of God. പക്ഷേ പൗലോസ് പറയുന്നു, ചില ആളുകൾ വചനം പ്രസംഗിക്കുന്നു, അത് അസൂയയിൽ പ്രസംഗിക്കുകയാണ്. But here Paul is saying that some are preaching Christ from envy. ഇതൊരു സങ്കടകരമായൊരു സാഹചര്യം. What a sad state of mind. മറ്റൊരു പ്രസംഗം ആ വാക്യത്തിൽ തന്നെയുള്ളത് പിണക്കത്തിലുള്ള പ്രസംഗമാണ്. And the second thing that we see there, that a preaching that is because of strife. പിണക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രസംഗം തുടരുകയാണ്. They are keeping the strife and they are continuing to preach. ചിലപ്പോൾ പ്രസംഗം നല്ലതാവുമായിരിക്കാം. Maybe the preaching is good. പക്ഷേ ഇതറിയുന്ന ദൈവത്തിന് എന്തൊരു വേദനയായിരിക്കും. But God who knows the heart, how sad he will be. മൂന്നാമത്തെ പ്രത്യേകത ശാഠ്യത്താലുള്ള പ്രസംഗമാണ്. And the third thing is they are doing it out of forcefulness. വാക്യം 17 അത് വായിക്കുന്നുണ്ട്.
And we see that in verse 17. ശാഠ്യം എത്രയോ ഭയങ്കരമായൊരു പാപമാണ്. There we read that they proclaim Christ out of selfish ambition, and what a sin that is. 1 ശമൂവേൽ 15:23 വാക്യം വായിക്കുമ്പോൾ അവിടെ മത്സരത്തെക്കുറിച്ചും ശാഠ്യത്തെക്കുറിച്ചും അതിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. In 1 Samuel chapter 15, in 1 Samuel chapter 15 and verse 23, we see there writing about selfish ambition. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. We read there that it is equal even unto idol worship. എത്രയോ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണത്. And so what a great matter this is. നാലാമത്തേത് നാട്യമായിട്ടുള്ള പ്രസംഗം. And fourthly, we find there that they are doing it out of distress. നമ്മുടെ വിശദീകരണത്തിൽ കുറച്ചുകൂടി ചേർന്ന് വരുന്നൊരു വാക്യം ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I believe that maybe this is a verse that comes more closer. നാട്യമായിട്ട് പ്രസംഗിക്കുകയാണ്. And they are just out of like they are acting, they are preaching. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർമ്മിക്കട്ടെ, പൗലോസ് ഇതെല്ലാം സഹിക്കുകയാണ്. We have a dearly beloved Paul, he is bearing all these things. അദ്ദേഹം ഇതിനെ തടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല. He is not trying to go against these things. എങ്ങനെയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ദേവദാസൻ സന്തോഷിക്കുകയാണ്. He is happy because in spite of all these things, they are still proclaiming Christ. പക്ഷേ പൗലോസിന്റെ യജമാനൻ അതിൽ പ്രസാദിക്കുകയില്ല. But the master of Paul, he will not be happy or satisfied in these things. പൗലോസിന്റെ യജമാനൻ തന്നെയാണ് നമ്മുടെ യജമാനൻ. Paul's master is our master also. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രസംഗിക്കുന്നത് എത്രയോ നല്ലതായിട്ട് തോന്നാം. Dearly beloved, we can feel that preaching God's word, how good it is. പക്ഷെ അവിടെ പോലും അതിന്റെ മൂല്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള അപകട സാധ്യതയല്ലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാക്യങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. But even there, the Spirit of God is saying that at that time also we can go away from the word of God. അതുകൊണ്ട് ഉണർവിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകരണീയമായി അനുകരിച്ചുകൊണ്ട് ചെയ്തു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. And so even for the matter of revival, there are so many things that we can blindly follow and do in pretense. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉണർവിൻ നിലവാരം നമ്മുടെ യജമാനന് പ്രസാദമായിരിക്കുന്നുവോ എന്നുള്ളത് ഏറ്റവും പരമാർത്ഥതയോടെ പരിശോധിക്കാം. And so tonight, let me very lovingly remind us that my holiness, my revival is my master pleased in me. Let us examine and find out if that is true. രണ്ടാമത്തെ കാര്യം ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. I want to say the second thing and conclude my class. ഉണർവ് ആത്മീകമാണെന്ന് ഉറപ്പാക്കാം. We have to make sure that revival is indeed spiritual revival. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. Let us go into the details in our next class. ആത്മീകമല്ലാത്ത ഉണർവും ഉത്സാഹവും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൂടുന്ന സ്ഥലം സഭകളിലും ഒക്കെ വന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. There are so many possibilities where there can be revival in our lives and in our church that is not spiritual. റോമർ 12:11 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. We read there in Romans chapter 12 and verse 11, where they're not lagging in diligence, fervent in spirit, serving God. ആത്മാവിലുള്ള എരിവ് അല്ലാതെ ജഡത്തിലുള്ള എരിവും താല്പര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. And so there is a great possibility that not just a fervence in spirit, but there can also be a fervence of the flesh that can come in our lives.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ സത്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യാം. And so, dearly beloved, these days, before these very truths, let us examine our lives. ഞാൻ ഈ സത്യങ്ങൾ പറയുമ്പോഴും വളരെ ഭയത്തോടുകൂടി പറയുന്നു. As I say these truths, I am saying it with great fear in my heart. ഞാൻ ഈ ഉണർവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കർത്താവ് എന്റെ ഉണർവിനെ പരിശോധിക്കുമ്പോൾ അത് യഥാർത്ഥമല്ലാത്തതായി കണ്ടെത്തിയാൽ എന്തൊരു ഭയങ്കരമായിരിക്കും. When I speak about true revival, and if God is examining my life and finding that it is not true, what a sad thing that would be. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. And so let us humble ourselves before God. നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവുകളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. Let us try to find the shortcomings in our life. ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാം. Let us confess those before God and let us find purification. നമ്മുടെ കർത്താവിന്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ നാടുകളിൽ യഥാർത്ഥ ആത്മീക ഉണർവിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In these days where our Lord's coming is very nigh, let us indeed examine our own revival and find that it is true and live sincerely and truthfully and faithfully before God. May His precious name be glorified. ആമേൻ. Amen.